സക്സസ് ഫയലിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട ട്രെൻഡിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. PSC ബുള്ളറ്റിന് സ്പെഷ്യൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, കൂടെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സും തന്നിട്ടുണ്ട്. അടുത്ത പരീക്ഷകൾക്ക് നമുക്കിത് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാന പ്രവർത്തനം എന്താണ്? ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാന പ്രവർത്തനം ഊർജം നൽകുക. ഊർജം നൽകുക എന്നതാണ് ശരീരത്തില് കാർബോഹൈഡ്രേറ്റിന്റെ പ്രധാന പ്രവർത്തനം. ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളായ ബയോമോളിക്യൂളാണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് തുടങ്ങിയവ. ഇപ്പൊ ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളായ ബയോമോളിക്യൂൾ ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് തുടങ്ങിയവ. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ് എന്നിവ വിവിധ കാർബോഹൈഡ്രേറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇപ്പൊ പ്രധാനപ്പെട്ട കാർബോഹൈഡ്രേറ്റുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ് എന്നിവ കാർബോഹൈഡ്രേറ്റുകളാണ്. ലിപ്പിഡുകൾക്ക് ഉദാഹരണമാണ് കൊഴുപ്പുകളും എണ്ണകളും. ലിപ്പിഡുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? കൊഴുപ്പുകളും എണ്ണകളും. എൻസൈമുകൾ, ഹോർമോണുകൾ, ആന്റിബോഡികൾ എന്നിവ പ്രോട്ടീനുകളാണ്. എൻസൈമുകൾ, ഹോർമോണുകൾ, ആന്റിബോഡികൾ എന്നിവ എന്താണ്? പ്രോട്ടീനുകളാണ്. പ്രോട്ടീനുകൾ. DNA, RNA എന്നിവ ന്യൂക്ലിക് ആസിഡുകളാണ്. DNA, RNA എന്നിവ ന്യൂക്ലിക് ആസിഡുകളാണ്. ജസ്റ്റ് ഒന്നും കൂടി നോക്കാം. ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളായ ബയോമോളിക്യൂൾ ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് തുടങ്ങിയവ. കാർബോഹൈഡ്രേറ്റ്സിന് ഉദാഹരണമാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ് എന്നിവ. ലിപ്പിഡുകൾക്ക് ഉദാഹരണമാണ് കൊഴുപ്പുകളും എണ്ണകളും. പ്രോട്ടീനുകൾ, എൻസൈമുകൾ, ഹോർമോണുകൾ, ആന്റിബോഡികൾ എന്നിവ പ്രോട്ടീനുകളാണ്. DNA, RNA എന്നിവ ന്യൂക്ലിക് ആസിഡുകളാണ്. മെറ്റാബോളിസത്തെ അനാബോളിസം എന്നും കാറ്റാബോളിസം എന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പൊ മെറ്റാബോളിസത്തെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? അനാബോളിസം എന്നും കാറ്റാബോളിസം എന്നും മെറ്റാബോളിസത്തെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന പ്രവർത്തനം അനാബോളിസത്തിന് ഉദാഹരണമാണ്. കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന പ്രവർത്തനം അനാബോളിസമാണ്. പ്രോട്ടീൻ വിഘടിച്ച് അമിനോ ആസിഡുകളായി മാറുന്ന പ്രവർത്തനം കറ്റാബോളിസത്തിന് ഉദാഹരണമാണ്. പ്രോട്ടീൻ വിഘടിച്ച് അമിനോ ആസിഡുകളായിട്ട് മാറുന്ന പ്രവർത്തനം കറ്റാബോളിസത്തിന് ഉദാഹരണമാണ്. ജനിതക എഞ്ചിനീയറിംഗിലൂടെ നിർമ്മിച്ച ആദ്യ കൃത്രിമ ബാക്ടീരിയയാണ് ഈ കോളി. കഴിഞ്ഞ പരീക്ഷയിൽ ഈ ചോദ്യം വന്നിരുന്നു. ജനിതക എഞ്ചിനീയറിംഗിലൂടെ നിർമ്മിച്ച ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ ഏതാണ്? ഈ കോളിയാണ്. ഈ കോളി. ജീവികളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണ് എൻസൈമുകൾ. എൻസൈമുകൾ എന്താണ്? ജീവികളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണ് എൻസൈമുകൾ. സലൈവറി അമിലേസ്, പെപ്സിൻ എന്നിവ എൻസൈമുകളാണ്. സലൈവറി അമിലേസ്, പെപ്സിൻ എന്നിവ എൻസൈമുകൾ ആണ്. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളായ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് വിവിധ എൻഡോക്രൈൻ ഗ്രന്ഥികളാണ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത്. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളായ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് വിവിധ എൻഡോക്രൈൻ ഗ്രന്ഥികളാണ്. ഏകകോശ, ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമായ ആൽഗകൾ, പ്രോകാരിയോട്ടുകളായ ബ്ലൂ ഗ്രീൻ ആൽഗകൾ എന്നിവയ്ക്ക് പോഷകങ്ങൾ ലഭ്യമാക്കുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ്. ഏകകോശ, ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമായ ആൽഗകൾ, പ്രോകാരിയോട്ടുകളായ ബ്ലൂ ഗ്രീൻ ആൽഗകൾ എന്നിവയ്ക്ക് പോഷകങ്ങൾ ലഭ്യമാകുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ്.
അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് പ്രയോജനം നേടാൻ യോഗ്യരായവർ താഴെ പറയുന്നവരിൽ ആരെല്ലാമാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഏതെങ്കിലും ഗ്രാമീണ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വീട്ടിലെ മുതിർന്ന അംഗങ്ങൾ, എല്ലാ പിന്നോക്ക സമുദായത്തിലെയും മുതിർന്ന അംഗങ്ങൾ. ഇതൊന്നുമല്ല. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇതൊന്നുമല്ല എന്നതാണ് ഉത്തരം വരുന്നത്. നിയമത്തിന്റെ പിൻബലമുള്ള അവകാശാധിഷ്ഠിത പദ്ധതിയാണ് ഇത്. ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് താമസിക്കുന്ന 18 വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും പദ്ധതിയിൽ പങ്കാളികൾ ആവാം. അപ്പൊ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗമാവാൻ പറ്റുന്നത് ആർക്കാണ്? ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് താമസിക്കുന്ന 18 വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും ഈ പദ്ധതിയിൽ പങ്കാളിയാക്കാം. പരിസ്ഥിതി സംരക്ഷണം, കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കാണ് മുന്തിയ പരിഗണന നൽകുന്നത്. ഗ്രാമസഭ തന്നെ പദ്ധതി ഓഡിറ്റ് ചെയ്യുന്നു. സോഷ്യൽ ഓഡിറ്റ് സംവിധാനം വഴി ഗ്രാമസഭ തന്നെയാണ് ഇത് ഓഡിറ്റ് ചെയ്യുന്നത്. 2005 സെപ്റ്റംബർ 5 പാർലമെന്റ് തൊഴിലുറപ്പ് നിയമം പാസാക്കിയത്. അപ്പൊ പാർലമെന്റ് തൊഴിലുറപ്പ് നിയമം പാസാക്കിയത് എന്നാണ്? 2005 സെപ്റ്റംബർ 5 പാർലമെന്റ് തൊഴിലുറപ്പ് നിയമം പാസാക്കിയത്. 2005 സെപ്റ്റംബർ 5. 2006 ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ 200 ജില്ലകളിൽ പദ്ധതി ആരംഭിച്ചു. 2006 ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യയിൽ എത്ര ജില്ലകളിലാണ്? 200 ജില്ലകളിൽ പദ്ധതി ആരംഭിച്ചു. കേരളത്തിൽ വയനാട്, പാലക്കാട് ജില്ലകളിൽ 2006 പദ്ധതി തുടങ്ങി. ഈ ഒരു പോയിന്റും കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏതൊക്കെ ജില്ലകളിലാണ് ആദ്യമായിട്ട് ഈ പദ്ധതി സ്റ്റാർട്ട് ചെയ്തത്? എവിടെയാണ്? വയനാട്, പാലക്കാട് ജില്ലകളിൽ 2006 ഈ പദ്ധതി സ്റ്റാർട്ട് ചെയ്തത്. പ്രവൃത്തി സ്ഥലത്ത് വെച്ചുണ്ടാകുന്ന അപകടങ്ങൾക്ക് സൗജന്യ ചികിത്സാ സഹായം, അപകട മരണങ്ങൾക്ക് എക്സ് ഗ്രേഷ്യ. 5 വയസ്സിൽ താഴെയുള്ള 5 കുട്ടികളെങ്കിലും തൊഴിലാളികളോടൊപ്പം ജോലി സ്ഥലത്ത് വരികയാണെങ്കിൽ അവരെ ശുശ്രൂഷിക്കാൻ ആയിയുടെ സേവനം. പദ്ധതിയുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ടാൽ 7 ദിവസത്തിനുള്ളിൽ ലഭിക്കാനുള്ള അവകാശം തുടങ്ങിയവ തൊഴിലാളികളുടെ അവകാശമാണ്. എത്ര ദിവസത്തിനുള്ളിലാണ്? 7 ദിവസത്തിനുള്ളിൽ. 5 വർഷമാണ് തൊഴിൽ കാർഡിന്റെ കാലാവധി. ഇപ്പൊ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊഴിൽ കാർഡിന്റെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ്. 5 വർഷം. മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് പ്രയോജനം നേടാൻ യോഗ്യരായവരാരൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് താമസിക്കുന്ന 18 വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും ഈ പദ്ധതിയിൽ പങ്കാളിയാകാം. പരിസ്ഥിതി സംരക്ഷണം, കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കാണ് ഇത് മുന്തിയ പരിഗണന നൽകുന്നത്. ഗ്രാമസഭ തന്നെ പദ്ധതി ഓഡിറ്റ് ചെയ്യുന്നു. സോഷ്യൽ ഓഡിറ്റ് സംവിധാനം വഴി പാർലമെന്റ് തൊഴിലുറപ്പ് നിയമം പാസാക്കിയതെന്നാണ്? 2005 സെപ്റ്റംബർ 5 ഇന്ത്യയിൽ ഈ പദ്ധതി ആരംഭിച്ചത് 2006 ഫെബ്രുവരിയിലെ 200 ജില്ലകളിലായിട്ടാണ്. കേരളത്തിൽ ഈ പദ്ധതി ആദ്യം ആരംഭിച്ചത് വയനാട്, പാലക്കാട് ജില്ലകളിലാണ് 2006. ഈ പദ്ധതി പ്രകാരം തൊഴിൽ കാർഡിന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. പ്രവൃത്തി സ്ഥലത്ത് വെച്ചുണ്ടാകുന്ന അപകടങ്ങൾക്ക് സൗജന്യ ചികിത്സാ സഹായം, അപകട മരണങ്ങൾക്ക് എക്സ് ഗ്രേഷ്യ. 5 വയസ്സിൽ താഴെയുള്ള 5 കുട്ടികളെങ്കിലും തൊഴിലാളികളോടൊപ്പം ജോലി സ്ഥലത്ത് വരികയാണെങ്കിൽ അവരെ ശുശ്രൂഷിക്കാൻ ആയയുടെ സേവനം. പദ്ധതിയുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ടാൽ എത്ര ദിവസത്തിനുള്ളിൽ? 7 ദിവസത്തിനുള്ളിൽ ലഭിക്കുവാനുള്ള അവകാശം തുടങ്ങിയവ തൊഴിലാളികളുടെ അവകാശമാണ്. അടുത്ത ചോദ്യം, ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം ഏതാണ്? തന്നിരിക്കുന്നത് ക്ലോറോഫോം, കാർബൺ ടെട്രാ ക്ലോറൈഡ്, ക്ലോറിൻ, ക്ലോറോഫ്ലൂറോ കാർബൺ. ഇതിൽ ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം ഏതാണ്? ക്ലോറോഫ്ലൂറോ കാർബൺ ആണ് ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം. സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് ഓസോൺ പാളിയാണ്. ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത്.
2024 ലോക ഓസോൺ ദിനത്തിന്റെ തീം ഇമ്പോർട്ടൻ്റ് ആണ്. 2024 ലോക ഓസോൺ ദിനത്തിന്റെ തീം എന്താണ്? മോൺട്രിയൽ പ്രോട്ടോകോൾ അഡ്വാൻസിങ് ക്ലൈമറ്റ് ആക്ഷൻ എന്നതാണ് 2024 ലോക ഓസോൺ ദിനത്തിന്റെ തീം. മോൺട്രിയൽ പ്രോട്ടോകോൾ അഡ്വാൻസിങ് ക്ലൈമറ്റ് ആക്ഷൻ എന്നതാണ് 2024 ലോക ഓസോൺ ദിനത്തിന്റെ പ്രമേയം. ഓസോൺ പാളി കാണപ്പെടുന്ന ലെയർ ഏതാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നിങ്ങനെ 5 പാളികളായി തിരിച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തെ എത്ര പാളികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 5 പാളികളായിട്ടാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവ ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നിങ്ങനെ 5 പാളികളാണ്. ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ളതും പൊടിപടലങ്ങളും ബാഷ്പവും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നതും താപനഷ്ട നിരക്ക് ഉണ്ടാകുന്നതും ട്രോപ്പോസ്ഫിയറിലാണ്. പ്രധാനപ്പെട്ട പോയിന്റാണ്, നോട്ട് ചെയ്ത് വെക്കുക. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. പൊടിപടലങ്ങളും ബാഷ്പവും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതിലാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നതും താപനഷ്ട നിരക്ക് ഉണ്ടാകുന്നതും ഏതിലാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നതിനെയാണ് താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നത്. പ്രധാനപ്പെട്ട പോയിന്റാണ്. ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ എത്ര മീറ്റർ ഉയരത്തിലാണ്? 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നതിനെയാണ് താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നത്. പ്രധാനപ്പെട്ട പോയിന്റാണ്. ഭൗമോപരിതലത്തിൽ നിന്ന് 165 മീറ്റർ, ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നതിനെയാണ് താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, മഴവെള്ളത്തിന്റെ pH മൂല്യം 5-ൽ താഴെയാണെങ്കിൽ അതിനെ അമ്ലമഴയായിട്ട് കണക്കാക്കും. അമ്ലമഴയായിട്ട് കണക്കാക്കണമെങ്കിൽ അതിന്റെ pH മൂല്യം എത്രയായിരിക്കണം? 5-ൽ താഴെയായിരിക്കണം. 5-ൽ താഴെ. ട്രോപ്പോസ്ഫിയറിന് തൊട്ടുമുകളിലുള്ളതും ഓസോൺ പാളി കാണപ്പെടുന്നതുമായ അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. അപ്പൊ നേരത്തെ നമ്മൾ നോക്കിയ പോയിന്റ് ആയിരുന്നു ഓസോൺ പാളി കാണപ്പെടുന്ന ലെയർ ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. അപ്പൊ ട്രോപ്പോസ്ഫിയറിന് ഏറ്റവും താഴെയുള്ള ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലായിട്ട് വരുന്ന പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. മീസോസ്ഫിയർ വരുന്നത് സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായിട്ടാണ് മീസോസ്ഫിയർ വരുന്നത്. 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ ഇത് വ്യാപിച്ചിരിക്കുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നതും ഭൗമാന്തരീക്ഷത്തിലേക്ക് എത്തുന്ന ഉൽക്കകൾ കത്തിച്ചാരമാകുന്നതും മീസോസ്ഫിയറിൽ വെച്ചാണ്. പ്രധാനപ്പെട്ട പോയിന്റാണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറവ് അനുഭവപ്പെടുന്നത് എവിടെയാണ്? മീസോസ്ഫിയറിലാണ്. ഭൗമാന്തരീക്ഷത്തിലേക്ക് എത്തുന്ന ഉൽക്കകൾ കത്തിച്ചാരമാകുന്നത് ഏത് ലെയറിൽ വെച്ചിട്ടാണ്? മീസോസ്ഫിയറിൽ വെച്ചിട്ടാണ്. മീസോസ്ഫിയറിന് തൊട്ട് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ ഏത് ലെയറിന് മുകളിലാണ് വരുന്നത്? മീസോസ്ഫിയറിന് മുകളിലായിട്ട് വരുന്നു തെർമോസ്ഫിയർ. 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അപ്പൊ തെർമോസ്ഫിയറിൽ തന്നെ അതിന്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു.
റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന മേഖലയാണ് അയണോസ്ഫിയർ. പ്രധാനപ്പെട്ട പോയിന്റാണ്. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെയാണ് അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന മേഖല ഏതാണ്? അയണോസ്ഫിയർ ആണ്. ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 400 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണ് എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളി ഏതാണ്? എക്സോസ്ഫിയർ ആണ്. 400 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണ് എക്സോസ്ഫിയർ. അടുത്ത ചോദ്യം, ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ കാര്യനിർവഹണ വിഭാഗത്തിലാണ് പെടുന്നത്. കാര്യനിർവഹണ വിഭാഗത്തിലാണ് ഉദ്യോഗസ്ഥ വൃന്ദം വരുന്നത്. ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ അധികാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ്? നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. ലോകസഭ, രാജ്യസഭ എന്നീ 2 സഭകളുള്ള ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. ലോകസഭ, രാജ്യസഭ എന്നിങ്ങനെ 2 സഭകളുള്ള ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. സംസ്ഥാനങ്ങളെ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ്. സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് ആരാണ്? സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ്. പൊതുഖജനാവിന്റെ സംരക്ഷകൻ, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക തുടങ്ങിയവ പാർലമെന്റിന്റെ ചുമതലകളിൽ പെടുന്നവയാണ്. പൊതുഖജനാവിന്റെ സംരക്ഷകൻ, ഇംപീച്ച്മെന്റിന്റെ നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായിട്ട് പ്രവർത്തിക്കുക തുടങ്ങിയവ പാർലമെന്റിന്റെ ചുമതലകളിൽ പെടുന്നവയാണ്. പാർലമെന്റിന്റെ അധോമണ്ഡലമായ ലോകസഭയുടെ പരമാവധി അംഗസംഖ്യ 500 ആണ്. അധോമണ്ഡലം എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. ലോകസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? 550. ധനബിൽ, അവിശ്വാസ പ്രമേയം എന്നിവ അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. ധനബിൽ അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോകസഭയിലാണ്. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോകസഭയിലാണ്. ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. രാജ്യസഭ അറിയപ്പെടുന്നത് ഉപരിസഭ എന്നാണ്. രാജ്യസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട MLAമാരാണ്. രാജ്യസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട MLAമാരാണ്. ലോകസഭയുടെ കാലാവധി 5 വർഷവും രാജ്യസഭാംഗത്തിന്റെ കാലാവധി 6 വർഷവുമായിരുന്നു. ഈ ഒരു പോയിന്റും കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. രാജ്യസഭാംഗത്തിന്റെ കാലാവധി എത്രയാണ്? 6 വർഷമാണ്. രാജ്യസഭയുടെ പരമാവധി അംഗബലം 250. ലോകസഭയുടെ എത്രയാണ് നമ്മൾ നേരത്തെ നോക്കിയത്? 550 ആണ്. രാജ്യസഭയുടെ പരമാവധി അംഗബലം 250 ആണ്. രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് 12 പേരെയാണ്. രാഷ്ട്രപതി 12 പേരെ നാമനിർദ്ദേശം ചെയ്യുന്നു. പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്തുന്നതിനുള്ള അധികാരം രാജ്യസഭയ്ക്കാണ്. പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്തുന്നതിനുള്ള അധികാരം രാജ്യസഭയ്ക്കാണ്. ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിനാണ്. ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് ആർക്കാണ് അധികാരമുള്ളത്? പാർലമെന്റിനാണ്. അത് ഏത് അനുച്ഛേദ പ്രകാരമാണ്? 368 അനുച്ഛേദ പ്രകാരമാണ്. 368 അനുച്ഛേദം. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുവാദം ആവശ്യമില്ല.
ഏതെങ്കിലും ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിപരീതമായാൽ ആ നിയമം അസാധുവാക്കാൻ ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. ആർക്കാണ് അധികാരമുള്ളത്? ജുഡീഷ്യറിക്ക്. എങ്ങനെ വന്നാലാണ്? ഏതെങ്കിലും ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിപരീതമായാൽ ആ നിയമം അസാധുവാക്കാൻ ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭ എന്നിവർ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം. അപ്പൊ കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? രാഷ്ട്രപതിയുണ്ട്, ഉപരാഷ്ട്രപതിയുണ്ട്, പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭ എന്നിവർ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം. കാര്യനിർവഹണ വിഭാഗത്തിലെ രാഷ്ട്രീയ എക്സിക്യൂട്ടീവാണ് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാർ. കാര്യനിർവഹണ വിഭാഗത്തിലെ സ്ഥിരം എക്സിക്യൂട്ടീവാണ് ഉദ്യോഗസ്ഥ വൃന്ദം. ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത് സ്ഥിരം എക്സിക്യൂട്ടീവാണ്. സ്ഥിരം എക്സിക്യൂട്ടീവ്. രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജ് ആണ്. ഇലക്ട്രൽ കോളേജ്. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 35 വയസ്സാണ്. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം 35 വയസ്സ്. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ്? രാഷ്ട്രപതിയാണ്. കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആര്? രാഷ്ട്രപതി. ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നത് നീതിന്യായ വിഭാഗമാണ്. ഭരണഘടനയുടെ കാവലാൾ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ സവിശേഷതകൾ ഏതെല്ലാം? 1991 ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും, ആഗോളവൽക്കരണം, ദേശസാൽക്കരണം. ഉത്തരം വരുന്നത് എയും ബിയും മാത്രം. ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണം എന്നിവയാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ സവിശേഷതകൾ. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന സവിശേഷതകളാണ് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് PV നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്താണ്. PV നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്താണ് 1991 ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത്. പുത്തൻ സാമ്പത്തിക നയം നടപ്പാക്കിയ സമയത്തെ കേന്ദ്ര ധനകാര്യമന്ത്രി ആരായിരുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ്. രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തുന്നതാണ് ഉദാരവൽക്കരണം. ഉദാരവൽക്കരണം എന്നാൽ എന്താണ്? രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തുന്നതാണ് ഉദാരവൽക്കരണം. ചില മേഖലകളിൽ സർക്കാർ ഇടപെടൽ കുറഞ്ഞതിനാൽ സ്വകാര്യ മേഖലയുടെ പ്രാധാന്യം വർദ്ധിച്ചു. ഉദാരവൽക്കരണത്തിന്റെ ഫലമായി നടപ്പാക്കിയ മാറ്റങ്ങളാണ് വ്യവസായങ്ങൾ തുടങ്ങുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു, ഇറക്കുമതി ചുങ്കവും നികുതികളും കുറച്ചു, കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു, അടിസ്ഥാന സൗകര്യ വികസനം, അടിസ്ഥാന വ്യവസായങ്ങൾ എന്നിവയിലെ സർക്കാർ പങ്കാളിത്തം കുറച്ചു തുടങ്ങി എന്നിവ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണനവും കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. രാജ്യത്തിന്റെ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം, തൊഴിലാളികളുടെ ഒഴുക്ക്, സാങ്കേതികവിദ്യയുടെ കൈമാറ്റം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് എന്നിവ മൂലം രാജ്യങ്ങൾ തമ്മിലുണ്ടായ പരസ്പര സാമ്പത്തിക ഏകോപനവും ആശ്രയത്വവുമാണ് ആഗോളവൽക്കരണം എന്ന് അറിയപ്പെടുന്നത്. ആഗോളവൽക്കരണം ശക്തമായപ്പോഴും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ കഴിയാതെ പോയ പല വികസ്വര രാജ്യങ്ങളും വിദേശ മൂലധന നിക്ഷേപം ആകർഷിക്കുന്നതിനായി സർക്കാർ നിയന്ത്രണങ്ങൾ പരമാവധി കുറയ്ക്കാൻ തയ്യാറായി. ഇതിനെ നവ ഉദാരവൽക്കരണം എന്ന് വിളിക്കുന്നു.
ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് 1995 ജനുവരി 1 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് എന്നാണ്? 1995 ജനുവരി 1. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. 2 പോയിന്റ്സും പ്രധാനപ്പെട്ടതാണ്. നിലവിലെ, അതായത് 7ാമത്തെ WTOയുടെ ഡയറക്ടർ ജനറൽ ഡോക്ടർ നഗോഷി ഒക്കോൻജോ ഐവേലയാണ്. ഡയറക്ടർ ജനറൽ ആകുന്ന ആദ്യത്തെ വനിതയാണ്, ആദ്യത്തെ ആഫ്രിക്കനുമാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണനാക്രമത്തിൽ ക്രമീകരിക്കുവാനാണ് പറയുന്നത്. തന്നിരിക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം, ക്ഷേത്രപ്രവേശന വിളംബരം, വൈക്കം സത്യാഗ്രഹം എന്നിവ. കാലഗണനാക്രമത്തിൽ പറയുമ്പോൾ DABC: വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം, ക്ഷേത്രപ്രവേശന വിളംബരം. അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രധാന പ്രക്ഷോഭമായിരുന്നു 1924-25 വൈക്കം സത്യാഗ്രഹം. എന്തിനെതിരെ? അയിത്തോച്ചാടനത്തിനായിട്ട്. വൈക്കം ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകളിൽ കൂടി അവർണർക്ക് നടക്കുന്നതിനുള്ള അവകാശം നേടുക എന്നതായിരുന്നു ലക്ഷ്യം. അപ്പോൾ വൈക്കം സത്യാഗ്രഹം എന്തിനായിരുന്നു? വൈക്കം ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡുകളിൽ കൂടി അവർണർക്ക് നടക്കുന്നതിനുള്ള അവകാശം നേടുക എന്നതായിരുന്നു ലക്ഷ്യം. TK മാധവൻ, മന്നത്ത് പത്മനാഭൻ, K കേളപ്പൻ, CV കുഞ്ഞിരാമൻ എന്നിവർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 1924 നവംബർ 1 മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ്. സവർണ ജാഥ 1921 നവംബർ 1 നേതൃത്വം കൊടുത്തത് മന്നത്ത് പത്മനാഭൻ. ഗാന്ധിജിയുടെ മധ്യസ്ഥതയിൽ 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചു. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് ഗാന്ധിജിയുടെ മധ്യസ്ഥതയിൽ എന്നാണ്? 1925 നവംബർ 23. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ 1931 നവംബർ 1 K കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് അപ്പോൾ ഏത് വർഷമാണ്? 1991 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ശ്രീമൂലം പ്രജാസഭയിലേക്ക് സ്വത്തടിസ്ഥാനത്തിനു പകരം ജനസംഖ്യാടിസ്ഥാനത്തിൽ വോട്ടവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് C കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ് എന്നിവരുടെ നേതൃത്വത്തിൽ അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷം 1932. ഗാന്ധിജി ആധുനിക കാലത്തെ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് 1936 നവംബർ 12 ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ പുറപ്പെടുവിച്ച ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. പാലിയൻ സത്യാഗ്രഹം ആരംഭിച്ചത് 1947 ഡിസംബർ 4 പാലിയൻ സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ചത് C കേശവനാണ്. VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ അധ്യക്ഷതയിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നിലവിൽ വന്നത് 1941. ഉത്തരവാദിത്ത ഭരണം നേടുന്നതിനായി പട്ടമേ താണുപിള്ള ആദ്യ പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത് 1938 ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയാണ്. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയാണ് ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള ഗവൺമെന്റുകളെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ സംവിധാനമാണ് ഫെഡറലിസം. 2 തരത്തിലുള്ള ഗവൺമെന്റുകളെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ സംവിധാനമാണ് ഫെഡറലിസം. ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും. ഓരോ ഗവൺമെന്റും തങ്ങളുടെ മേഖലയിൽ സ്വയം ഭരണം ഉള്ളവരായിരിക്കണം. പൗരത്വ സമ്പ്രദായമുള്ള ഫെഡറേഷനുകൾ നിലവിലുണ്ട്. ഇന്ത്യയിൽ ഏക പൗരത്വമാണ് ഉള്ളത്. രാഷ്ട്രീയ വ്യവസ്ഥകളുടെ ഓരോ തലത്തിലും വ്യത്യസ്തമായ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും പ്രത്യേക ഗവൺമെന്റ് സംവിധാനവും ഉണ്ടായിരിക്കും.
ലിഖിതമായ ഒരു ഭരണഘടന ഫെഡറൽ സംവിധാനത്തിന്റെ സവിശേഷതയാണ്. ലിഖിതമായ ഒരു ഭരണഘടന എന്നത് ഫെഡറൽ സംവിധാനത്തിന്റെ സവിശേഷതയാണ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഉണ്ടായിരിക്കും. ഇന്ത്യയിൽ ഭരണഘടനയിലെ അധികാര വിഭജനം കേന്ദ്ര ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, സംയുക്ത ലിസ്റ്റ് എന്നിങ്ങനെയാണ്. ഭരണഘടനയുടെ 7-ാം പട്ടികയിൽ ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നു. എത്രാമത്തെ പട്ടികയിലാണ്? 7-ാമത്തെ പട്ടികയിൽ ആർട്ടിക്കിൾ 246. പ്രതിരോധം, ആണവോർജം, തുറമുഖങ്ങൾ, യുദ്ധവും സമാധാനവും, നാണയ വ്യവസ്ഥ തുടങ്ങിയവ കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ്. കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. കൃഷി, പോലീസ്, പൊതുജനാരോഗ്യം, മദ്യം, ഭൂമി, വാണിജ്യവും വ്യാപാരവും തുടങ്ങിയവ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഏതൊക്കെയാണ്? കൃഷി, പോലീസ്, പൊതുജനാരോഗ്യം, മദ്യം, ഭൂമി, വാണിജ്യവും വ്യാപാരവും തുടങ്ങിയവ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. വിദ്യാഭ്യാസം, വനങ്ങൾ, മായം ചേർക്കൽ, ദത്തെടുക്കലും പിന്തുടർച്ചാവകാശവും, തൊഴിലാളി സംഘടനകൾ തുടങ്ങിയവ സംയുക്ത ലിസ്റ്റിൽ പെടുന്നവയാണ്. ഈ 3 ലിസ്റ്റിലും പരാമർശിക്കപ്പെടാത്ത വിഷയങ്ങൾ അവശിഷ്ടാധികാരത്തിൽ പെടുന്നു. അവശിഷ്ടാധികാരം. അവശിഷ്ടാധികാരങ്ങളിൽ നിയമം നിർമ്മിക്കുവാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണുള്ളത്. അവശിഷ്ടാധികാരങ്ങളിൽ നിയമം നിർമ്മിക്കുവാനുള്ള അധികാരമുള്ളത് ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ്. സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരത്തിൽ പെടുന്നു. സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരത്തിൽ പെടുന്നു. ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. എല്ലാ ചോദ്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. PSC നടത്തുന്ന ഏതൊരു പരീക്ഷയ്ക്കും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. റിലേറ്റഡ് ഫാക്ട്സും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.